ഞാൻ നിങ്ങൾക്ക് എളുപ്പവും പിന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി പറഞ്ഞുതരാം. ഇത് നമ്മളെ ചിക്കൻ തോരൻ്റെ ഒക്കെ അതിനായിട്ട് വരും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ചിക്കൻ. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പൊരിച്ചെടുക്കണം. പിന്നെ വേണ്ടത് തക്കാളിയും പിന്നെ സവാളയാണ്. നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച എണ്ണയിൽ ഈ സവാള അങ്ങിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ആ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്കും സവാള സെറ്റായതിനു ശേഷം നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് നല്ല വഴണ്ട് വരുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുമ്പം നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ച ചിക്കൻ ആഡ് ചെയ്യണം. പരിപാടി ഇത്ര ഉള്ളൂ, കഴിഞ്ഞ്. സിമ്പിളല്ലേ? എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ സൈഡായിട്ട് എടുക്കുന്ന ദോശയാണ്. ദോശയുടെ കഴിക്കാൻ അടിപൊളിയാണ്. ചോറാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ കുറച്ച് ദോശയും പിന്നെ ആ ചിക്കൻ തോരനുമായിട്ട് എടുത്ത് കഴിച്ചു നോക്കി. ഫ്ലോപ്പാന്നാണ് വെച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.